Hey guys, Ranjit here. So welcome back to another video. Mission LDC 2027 വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പരീക്ഷകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന പോസ്റ്റുകളൊന്നായിരിക്കും LDC. പലരുടെയും ഈ പ്രിപ്പറേഷൻ ജേണി, PSC പ്രിപ്പറേഷൻ ജേണി തുടങ്ങുന്നത് തന്നെ ഈ ഒരു പോസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓരോ തവണ LDC നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ആവേശത്തോടുകൂടി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന പരീക്ഷകളിലൊന്നായിട്ട് ഇത് മാറുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് പല പരീക്ഷകൾ PSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പല യോഗ്യതകളിലുള്ള പല അവസരങ്ങൾ നമ്മൾക്ക് നൽകുന്ന പരീക്ഷകളുണ്ട്. എങ്കിലും വർഷങ്ങളായിട്ട് LDC എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ഒരു ഫേവറേറ്റ് ചോയ്സ് ആയിട്ട് തുടരുന്നത്? മേ ബി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ LDCക്ക് ലഭിക്കുന്ന ആ ഒരു പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയുള്ള പല പ്രത്യേകതകളുമുണ്ട്. എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് LDCയെ ഒരു ഫേവറേറ്റ് ചോയ്സ് ആക്കി മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. കൂടാതെ LDC നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമോ, ഈ കാര്യങ്ങൾക്കുള്ള ഒരു വ്യക്തതയും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു സർക്കാർ ജോലി നേടുക എന്നത് പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കും. ഒരു ബേസിക് സർവൈവലിന് വേണ്ടിയുള്ള ഒരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ ജോലിക്ക് പിന്നിൽ പലർക്കും പല കാരണങ്ങളും ഉണ്ടാകും. ഓരോരുത്തരുടെയും ഒരു ജീവിത സാഹചര്യമൊക്കെ വെച്ച് അത് വ്യത്യസ്തമായിരിക്കും, ആ കാരണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. എങ്കിലും ഈ വർഷങ്ങളായിട്ട് ഇത്രയധികം ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യമുണ്ട്. ഭൂരിഭാഗം ആളുകളുടെയും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന് പിന്നിൽ ആ കാരണങ്ങളെ നമ്മൾക്ക് 3 വാക്കുകളിലേക്ക് അത്തരത്തിൽ ചുരുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്: ഫാമിലി, ഫ്രീഡം ആൻഡ് സർവീസ്. ഒരു സർക്കാർ ജോലിയിൽ നിന്ന് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും പ്രതീക്ഷിക്കുന്ന 3 പ്രധാനപ്പെട്ട ക്വാളിറ്റി പില്ലേഴ്സാണ്. ഈ 3 പില്ലേഴ്സുമായിട്ട് ഏറ്റവും അധികം സ്വാഭാവികമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ജോലികളിൽ ഒന്നാണ് LDC എന്നുള്ളത്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു സർക്കാർ ജോലി എന്നത് പലർക്കും ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് എന്ന രീതിയിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് മേ ബി ഒരു ഫാമിലിയുടെ തന്നെ ഒരു വലിയ പ്രതീക്ഷ കൂടിയായിരിക്കും അത്. കാരണം ഒരു സർക്കാർ ജോലി ലഭിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് മാത്രമല്ല മാറുന്നത്, ഒരു ഫാമിലിയുടെ ഒരു കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് അതിലൂടെ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാറ്റമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സർക്കാർ ജോലിയിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിട്ട് ഈ ഫാമിലി ലൈഫ് എന്നൊരു കാര്യം മാറുന്നത്. നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളുടെ ആ ഒരു എക്സ്പെക്റ്റേഷനുമായിട്ട് വളരെ നാച്ചുറലായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ജോലികളിലൊന്നാണ് LDC. എങ്ങനെയാണ് LDC അതിനെ സഹായിക്കുന്നത് എന്നൊരു കാര്യം നമ്മൾക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. ഒരു നല്ല ഫാമിലി ലൈഫ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി നമ്മൾക്ക് നൽകുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഇവിടെയാണ് LDCയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതൊരു ഡിസ്ട്രിക്ട് ലെവൽ പോസ്റ്റിംഗ് ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരു ജോലിയാണ്. അതായത് പല സാഹചര്യങ്ങളിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക. മേ ബി നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ ആകാം, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുക. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളൊരു ജോലി നമ്മൾക്ക് ലൈഫിൽ ലഭിക്കുമ്പോൾ അതുവരെയുള്ള നമ്മുടെ ഒരു ജീവിതം പൂർണ്ണമായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ആലോചിക്കുക, നമ്മൾക്ക് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ജോലി ലഭിക്കുമ്പോൾ നമ്മളവിടെ പുതിയൊരു സ്ഥലത്ത് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും മേ ബി നമ്മൾ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിൽ അകന്നു നിന്നുകൊണ്ട് ഒരു ലൈഫ് ആരംഭിക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളതാണ്. ഇത് മേ ബി പലർക്കും ഇതൊരു പ്രോബ്ലം ആയിരിക്കില്ല, എന്നാൽ ഇത് വളരെയധികം ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അതായത് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റാത്ത ആളുകളുമുണ്ട്. എന്നാൽ ഇവിടെ LDCയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനോട് ഏറ്റവും അധികം ചേർന്ന് അത്തരത്തിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ജോലിയാണിത്. അങ്ങനെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരു സ്റ്റെബിലിറ്റി നമ്മൾക്ക് നൽകുന്ന അത്തരത്തിലുള്ളൊരു ലൈഫ് നമ്മൾക്ക് കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് LDCയെ നമ്മൾക്ക് കാണാൻ സാധിക്കുക. നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, ഈ ഡിസ്ട്രിക്ട് ലെവൽ പോസ്റ്റിംഗ് ലഭിക്കുന്ന മറ്റ് പല ജോലികളുമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്ന മറ്റ് പല ജോലികളുമുണ്ട്. എന്നാൽ ഇവിടെയാണ് LDCയുടെ 3ാമത്തെ പ്രത്യേകത വരുന്നത്: സർവീസ്. ഒരു സർക്കാർ ജോലിയെ മറ്റ് പല ജോലികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് സർവീസ് എന്നുള്ളത്. കാരണം നമ്മളൊരു സർക്കാർ ജോലിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയുള്ളൊരു ജോലിയല്ല, മറിച്ച് സമൂഹത്തിലെ ആളുകളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു ജോലിയിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്.
ഈ LDCയുടെ കാര്യത്തിൽ ഈ ഒരു പ്രത്യേകത കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും LDCയിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ടാണ് നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ആ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയുടെ സ്വഭാവം എന്താണ്, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. എങ്കിലും പൊതുവായിട്ട് നമ്മൾ നോക്കിയാൽ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാകാനുള്ള, അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൻ്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ LDC നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും LDC എന്നുള്ളത് വെറും ഒരു ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ജോലി മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് അതിലൂടെ ലഭിക്കുക. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 കാര്യങ്ങൾ, അതായത് ബെറ്റർ ഫാമിലി ലൈഫ്, ഫ്രീഡം, സർവീസ്, ഈ കാര്യങ്ങൾ ഗവൺമെൻറ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്വാളിറ്റി പില്ലേഴ്സ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന 3 കാര്യങ്ങളാണ്. ഈ 3 പില്ലേഴ്സുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന, അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു പോസ്റ്റായിട്ട് നമുക്ക് LDCയെ കാണാൻ സാധിക്കും. LDC എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വർഷങ്ങളായിട്ട് കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊന്നായിട്ട് തുടരുന്നത് എന്നൊരു കാര്യമാണ് നമ്മൾ ഇത്രയും സമയം വരെ ചർച്ച ചെയ്തത്. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് LDC ഒരു നല്ല അവസരമാണോ എന്നുള്ളതല്ല, LDC നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അവസരമാണോ എന്നുള്ളതാണ്. കാരണം ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അവരുടെ പ്രയോറിറ്റീസ് ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ഒരേ തീരുമാനം ഉണ്ടാവുക എന്നത് സാധ്യമായിട്ടൊരു കാര്യമല്ല. ഈ പ്രയോറിറ്റീസ് എല്ലാം തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ബെറ്റർ ഫാമിലി ലൈഫ് എന്നുള്ളൊരു കാര്യം, നമ്മൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നേടുന്ന ഒരു ഫ്രീഡം എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ഇതിലൂടെ നമ്മൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സർവീസ് എന്നുള്ളൊരു കാര്യം, ഈ 3 ക്വാളിറ്റി പില്ലേഴ്സ് അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അലൈൻഡ് ആണ്, ഈ ഒരു കാര്യമാണ് ഈസ് LDC ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകുക. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആ ഒരു ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായതിനു ശേഷമായിരിക്കണം നിങ്ങൾ ഈവൻ LDCയുടെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് പോലും. ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സെൽഫ് മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് മാറേണ്ടത് ഈ കാര്യങ്ങളാണ്. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ 3 പില്ലേഴ്സ് എന്നുള്ളത് ഏറ്റവും ബ്രോഡായിട്ട് നമ്മൾക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാൻ സാധിക്കുന്ന ക്വാളിറ്റി പില്ലേഴ്സാണ്. ഇനി ഈ ഒരു ജോലിയിൽ നിങ്ങളെ ആകർഷിക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഉണ്ടാകും. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെഷൻ. നിങ്ങൾക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് ഇതിൽ തോന്നുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെഷനിലൂടെ അറിയിക്കൂ. എനിവേ, മിഷൻ LDC 2027 ജേർണി ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.